തന്നെ പഞ്ചായത്തിൻ്റെ വെള്ളം വരുന്നത് എപ്പോഴെങ്കിലും കുറേ ദിവസങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ വെള്ളം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു സമയത്ത് ഈ കുടിവെള്ള സ്രോതസ്സായിരുന്ന കിണറാണ് ഈ ആറ് അതോടുകൂടി ഇത്തരത്തിൽ വലിയൊരു അവസ്ഥയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിണർ കുത്തിപ്പണിയാൻ അല്ലെങ്കിൽ മറ്റൊരു കിണർ സ്ഥാപിക്കാനുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുൻപ് പറയാവർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽപ്പെട്ട ആളുകൾക്ക് ധനസഹായം ലഭിച്ചില്ല. വാർത്ത നൽകുന്നതിനപ്പുറത്തേക്ക് ധനസഹായം ഈ അംഗീകരിക്കപ്പെട്ട കൈകളിൽ കിട്ടുന്നില്ല വലിയ രീതിയിലുള്ള ആരോപണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. അല്പസമയം മുമ്പ് നാട്ടുകാർ കാരണം അവരുടെ പ്രതിഷേധം ന്യായമാണ്. ഇത് തുടർക്കഥയാവുകയാണ്. നമുക്ക് തന്നെ അറിയാൻ പോകുന്നത് നിരന്തരമായി ഇത്തരത്തിൽ മലിനജല ഉണ്ടാകുന്ന പ്രദേശമാണ്. നമ്മൾ ചെറിയ ഇടവേളകളിൽ ഇതേ വാർത്തകൾ പുറത്തെ കണ്ടെത്തിയത് മുതൽ തന്നെ ഇവിടെ ഉള്ളതാണ്. ആനയുടെ കാലിൽ എന്തോ പരിക്കേറ്റിട്ടുണ്ടെന്ന സംശയവും നാട്ടുകാർ പറയുന്നുണ്ട്. കൃത്യമായ പരിശോധന മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ആനയ്ക്ക് ശരീരമാസകലം പരിക്കേറ്റിട്ടുണ്ട്. അത് വീഴ്ചയിൽ സംഭവിച്ചതും മതിൽ തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ചതുമാണ്. ഇത്തരത്തിൽ പരിക്കേറ്റ് നിൽക്കുന്ന ഗതിയിൽ ഈ ആനയെ കരയിലേക്ക് എത്തിച്ചാൽ ഏത് നിലയിലാകും അത്? വെള്ളം പിടിക്കരുത് പറഞ്ഞു പുള്ളി ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് കണ്ണും പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും പുള്ളി ശ്രദ്ധ മാറ്റിയേക്കുകയാണ്. ഫ്രെയിമിലാണ് ഇഞ്ചക്ഷൻ ഒന്ന് ചോദിക്കുമോ? നമ്മളെല്ലാം റെഡിയാണ്. ഇഞ്ചക്ഷൻ കിട്ടുന്നില്ലേ? ഞാൻ ഹലോ ഓഡിയോ 1 2 3 ഹലോ ഓക്കെ. എന്താ അവിടെ കണക്ട് ചെയ്തിട്ടില്ല. നോക്കി. ശരി.